everyone, welcome to my YouTube channel. So, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു സോളോ ഡേറ്റിൽ പോകണം. ഞാൻ കൊച്ചിയിൽ വന്നതാണ്. സോ ഞാൻ വിചാരിച്ച് കൊച്ചിയിൽ നിന്ന് ഒരു സോളോ ഡേറ്റിന് പോകുന്നത്. ഞാൻ എനിക്ക് എന്തൊക്കെ ഭയങ്കര നെർവസ് ആവുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ എല്ലാവരും നോക്കി ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ആവുന്നു. പക്ഷേ ഞാൻ ഒന്നും ആവാത്ത രീതിയിൽ ഞാനിങ്ങനെ മൈൻഡ് ചെയ്യാതെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് സോളോ ഡേറ്റ് ആണെന്ന്. എങ്ങനെ പോകുന്നൊന്നും അറിയില്ല. ചിലപ്പോൾ എനിക്ക് ബോറടിക്കും, ചിലപ്പോൾ ബോറടിക്കില്ല. കാരണം എനിക്കറിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതേപോലെ തന്നെ ചില ടൈമിൽ എനിക്ക് ബോറടിക്കും. അപ്പോൾ എനിക്ക് കുറേ നേരം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ വേണം എപ്പോഴും എൻ്റെ കൂടെ. അപ്പോഴൊരു രസം. പക്ഷെ നമുക്ക് നോക്കാം എന്തെങ്ങനെ പോകണമെന്ന്. ഫസ്റ്റ് എനിക്ക് ഫുഡ് കഴിക്കണം, വിശക്കുന്നു. അമ്മ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ഷോപ്പിങ്ങിന് പോകാനോ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിക്കോ എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ കറങ്ങി നടക്കണം. സോ യാ ഗൈസ്, കാണാം നമുക്ക് ഞാൻ ഇങ്ങോട്ട് പോകണം. സോ അവസാനം കുറേ നേരം നടന്ന് മെട്രോ സ്റ്റേഷൻ കണ്ടുപിടിച്ച് മെട്രോ കയറാൻ പോകണം. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി. ഗൂഗിൾ മാപ്പ് നോക്കി കുറച്ച് ലൊക്കേഷൻ പറഞ്ഞുതരും. പക്ഷെ ഞാൻ നാട്ടിൽ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ലൊക്കേഷൻ തിരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. എപ്പോഴും എൻ്റെ കൂടെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ എന്നോട് ലൊക്കേഷൻ നോക്കാൻ തരും. പക്ഷേ ഭയങ്കര സൗണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും തെറ്റിക്കുന്നു, എവിടെയെങ്കിലും എത്തിക്കും. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വഴിയിൽ കണ്ട ആരോടൊക്കെ വഴി ചോദിച്ച് നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി മെട്രോ കയറി MG റോഡിലേക്ക് പോകണം. എന്നിട്ട് ബാക്കി അവിടുന്ന് എന്താ വെച്ചാൽ അപ്പോഴത്തെ ഫ്ലോക്ക് അനുസരിച്ച് ചെയ്യണം. ഒരു പിടുത്തില്ല. നോക്കണം അതിൻ്റെ എസ്കലേറ്ററിൽ കയറാം. പോകണം ഭയങ്കര എൻ്റെ കറക്റ്റ് ടൈമിൽ തന്നെ എൻ്റെ മുമ്പിൽ ഒരു വലിയ പിമ്പിൾ വന്നു. ഒരാവശ്യമില്ലാണ്ട് 3 ദിവസം ഫുള്ളിങ്ങനെ സ്കിന്നിൽ ക്ലിയറായി നിൽക്കുകയും മറ്റേ ആദ്യത്തെ ആക്നി മാർക്സ് മാത്രം വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ആവശ്യമില്ലാണ്ട് വന്നു. നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കണം. വെയിറ്റ് ഗൈസ്, ഏത് പ്ലാറ്റ്ഫോമാണ് വരെ ചോദിച്ചാൽ അവിടെ ബോർഡിൽ വായിച്ചാൽ മതി. പക്ഷെ പൊട്ടത്തി ഞാൻ അവിടെ നിന്ന് അങ്കിളിനോട് ചോദിച്ചിരിക്കും, തെറ്റണ്ടല്ലോ വെറുതെ. സോ നമ്മൾ പോവുകയാണ് ഗൈസ്. ഞാൻ എൻ്റെ ലാംഗ്വേജ് ഒക്കെ റെഡിയാക്കാൻ നോക്കുക. നമ്മൾ എന്ന് പറയുന്നത് തിരിച്ച് നമ്മൾ, ഞങ്ങൾ ഒക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചും കൂടെ വൃത്തിയാക്കണം. പക്ഷെ അതിന് ട്രൈ ചെയ്ത് കൊടുക്കാം. മെട്രോ കാണുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഒരായിട്ട് നോക്കിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കും. പക്ഷെ നമ്മളൊന്ന് മൈൻഡ് ചെയ്ത് കോൺഫിഡൻസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരികയാണ്. ഇനി കുറവ് ചമ്മലൊക്കെ മാറ്റിക്കണം. അങ്ങനെ ഇല്ല, ഞാൻ തീരെ ഷൈ അല്ലാത്ത കാണുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര ഷൈ. എനിക്ക് ആൾക്കാർ കാണുമ്പോൾ കുറവാണ് തുടങ്ങി. അതൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് കുറച്ചൊരു ബോൾഡാവണം. എൻ്റെ ഐ ഡോണ്ട് കെയർ മൈൻഡ് സെറ്റാണ് 2025 വിചാരിക്കുന്നതാണ്. സോ നമ്മളിനിപ്പോൾ MG റോഡ് പോകണം. ഷോപ്പിംഗ് ചെയ്യണം, ഫുഡ് കഴിക്കണം. എന്താണെന്ന് തീരുമാനമില്ല. വിശക്കുന്നില്ല. അവിടെ ഇറങ്ങിയപ്പോൾ വിശക്കുന്നില്ല. ചിക്കൻ വിശക്കുന്നില്ല. ലൈറ്റ് എടുത്ത് കുടിക്കാൻ നോക്കും. നമുക്ക് അവിടെ എത്തിയില്ലെങ്കിലൊക്കെ നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ ഗൈസ്, ഞാൻ കൊച്ചി എൻജോയ് ചെയ്യാൻ പോകണം. കൊച്ചി കണ്ടുവരാം, എൻജോയ് ചെയ്യാം. ഇതിന് മുന്നേക്ക് വന്നിട്ടുണ്ടെങ്കിലാണ് മര്യാദയ്ക്ക് എവിടെയും പോയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്രാവശ്യം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ പോകും. ഞാൻ സ്ഥലങ്ങളെല്ലാം കാണും, ഞാൻ ഫോട്ടോ എടുക്കും. എനിക്കറിയില്ല ഞാൻ അതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആഗ്രഹമുണ്ട്. സോ നമ്മൾ ട്രൈ ചെയ്യും മാക്സിമം പറ്റുന്നത് മെട്രോ ഓടിക്കും. സോ മെട്രോ ഞാൻ പോയിട്ട് ബൈ ഗൈസ്. മെട്രോനുള്ളിൽ നിന്നും എടുക്കാൻ പറ്റില്ല. ഷൈ ആയിപ്പോയി ഗൈസ്. മെട്രോനുള്ളിൽ നിന്ന് എടുക്കാനുള്ളത് ഇത് ഫുൾ ഭയങ്കര കൺഫ്യൂസിങ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറേ എക്സിറ്റ്, കുറേ എൻട്രൻസ്. ഇതും നല്ല ആകെ 2 ഉള്ളൂ. പക്ഷേ കൺഫ്യൂഷൻ ആവുന്നു. ചമ്മിയ റൗണ്ട് 2 എത്രാമത്തെ പ്രാവശ്യം ഞാൻ ചമ്മുന്നതെന്ന് അറിയുമോ? ഇറങ്ങേണ്ടോടത്ത് ഞാൻ കയറാനുള്ളവർ പോകും, കയറാനുള്ളടത്ത് ഞാൻ ഇറങ്ങാനുള്ളതിന് പോകും. പക്ഷെ ഇപ്രാവശ്യൻ്റെ കൂടെ വേറൊരു ഫാമിലി കൂടെ ചെന്ന്, അതുകൊണ്ട് ഒറ്റക്കല്ല. ഇവിടെ വന്നിട്ട് എന്താകും ഒരു പിടുത്തല്ല. നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം.
ഇതിപ്പോൾ എങ്ങോട്ടാണെന്ന് മനസ്സിലാവില്ല. കുറേ എന്തൊക്കെ സംഭവം. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോ നമുക്ക് പെട്ടെന്ന് ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ തോന്നി. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ കയറി. ജ്യൂസിന് വരണം, ഇത് കുടിച്ചത് നടക്കാം, ഇല്ലെങ്കിൽ ക്ഷീണമാവും. വിശക്കൊന്നുമില്ല, പക്ഷേ എനിക്ക് നല്ല ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഓറഞ്ച് കണ്ടപ്പോൾ വിചാരിച്ചു ഓറഞ്ച് ജ്യൂസ് കുടിച്ച് നോക്കാം. ഇതിന് മുന്നൊരു ഷോപ്പാണ് ഞാൻ അവിടെ കയറാൻ പോയത്. പക്ഷെ കറക്റ്റ് കയറാൻ പോയപ്പോൾ എനിക്കൊന്നും പെട്ടെന്ന് വേണമെന്ന് ഞാൻ അവിടെ നിന്ന് ഓടി. അങ്ങനെ ഞാൻ അപ്പോൾ ഈ ഷോപ്പാണ് അങ്ങനെ അവിടെ കയറി. നമുക്ക് ഇവിടുന്ന് കുടിച്ചിട്ട് സോ എനിക്ക് ഇവിടുത്തെ ചില ആൾക്കാരെ പിടിക്കുന്നില്ല. എനിക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഒരുത്തനോട് വഴി ചോദിച്ചു. എനിക്ക് വഴി കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഗൂഗിൾ മാപ്പിലൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അത് ഇതിനനുസരിച്ച് എന്തൊക്കെയോ കാട്ടിൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഒരുത്തനോട് വഴി ചോദിച്ചു. അപ്പോൾ ആ ചെക്കണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി പോയിക്കുവാണ്. അപ്പം എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ അമ്മനില്ല എനിക്ക് ഇതേ അറിയുള്ളൂ, ഇവിടെ ജംഗ്ഷനാണ് അങ്ങനെ. അപ്പം ഓക്കെ. അപ്പോൾ എനിക്ക് അവിടെ സൈഡിലൊരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിൾ എനിക്ക് വഴി പറഞ്ഞത് നോക്കിയപ്പോൾ ഇതിലെ 900 മീറ്റേഴ്സൊക്കെ കാണിക്കുന്നത്. നമുക്ക് നടന്നു നോക്കാം എത്ര കിലോമീറ്റർ നടക്കുന്നത് എനിക്ക് അറിയാം. കുറേ നേരം നടക്കുന്നത്, പക്ഷെ നല്ല രസം പച്ചക്ക് നടക്കാൻ. സോ ഇന്നലെ നമ്മൾ ടോട്ടൽ 8 കിലോമീറ്റേഴ്സ് അങ്ങനെ നടന്നു. എടപ്പള്ളി മുതൽ എവിടെ വരെ എവിടെ കുറേ നടന്നു ഇന്നലെ. സോ ഇന്നും നടക്കുന്നു. നാട്ടിലും തന്നെ പണി. ഏത് നേരം കോഴിക്കോടും ബാംഗ്ലൂരും പോയാലും എവിടെ പോയാലും ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ ഷോപ്പിങ്ങിന് വന്നു. ഒരാൾ ഡ്രസ്സിൻ്റെ ഷോപ്പാണ്, അവിടെ കയറി നോക്കാമെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഡ്രസ്സില്ലെന്ന് നോക്കാറില്ല, പക്ഷെ എനിക്കെന്തോ എൻ്റെ ഫിറ്റ് ഇഷ്ടപ്പെട്ടു. സോ അത് ഞാൻ നോക്കാം. എടുക്കണോ വേണ്ടി ബ്ലാക്ക് വൺ ആക്ച്വലി കൊള്ളാം. പക്ഷെ കൺഫ്യൂഷനാണ്. മമ്മീനോട് ഫോട്ടോ അയച്ചിട്ട് രസം ചോദിക്കണം. അമ്മ രസം പറയുകയാണെങ്കിൽ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകാം. സോ ഗൈസ് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഷോപ്പ് കണ്ട് 49 കുറേ 49. നമുക്ക് അത് അവിടെ നിന്ന് കുറച്ച് ഷെയ്ക്കെല്ലാം ട്രൈ ചെയ്തൊക്കെ വിചാരിച്ചു. സോ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ടെൻഡർ കോക്കനട്ട് ഷേക്ക് പറഞ്ഞു. എനിക്ക് ബർഗർ കഴിക്കാനൊരു കൂടി. സോ ഞാൻ ബർഗറും പറഞ്ഞു കഴിച്ചോക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്. ഷോപ്പിൻ്റെ പേരും ഞാൻ നോക്കിയില്ല. പക്ഷെ കൊച്ചിയിലേക്ക് ഒരു ഷോപ്പുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, ട്രെൻഡ്സിൻ്റെ ഓപ്പോസിറ്റുണ്ട്. എനിക്കും റെസിപ്പി എടുക്കാൻ ആഗ്രഹം. എത്രയും പെട്ടെന്ന് സ്കൂട്ടി പഠിക്കണം, എന്നിട്ട് യെല്ലോ റെസിപ്പി എടുക്കണം. ബാലൻസ് ഉണ്ട് എയിമായി, പക്ഷേ വളക്കുക ബ്രേക്ക് കൊടുക്കുക അതൊന്നും ഇപ്പോൾ റെഡിയില്ല. അപ്പം അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ വൈകാതെ തന്നെ ഒരു കൊല്ലം തന്നെ ലൈസൻസ് എടുക്കുന്നതാണ്. ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ കളികൾ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോകാനും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടയോ ബസ്സിൽ പോകാൻ ഓട്ടോ പോകാൻ അത്യാവശ്യം. സോ ഗൈസ് ട്രൈപ്പോഡൊന്നും ഇല്ലാണ്ട് എവിടെ പോകാൻ ഫോൺ ചെയ്യാറുണ്ട്. പോലീസിൻ്റെ വണ്ടിയുണ്ട് ബാക്കിൽ. ഞാൻ എവിടെ നിൽക്കുന്നത് എക്സാക്ട് ലൊക്കേഷൻ എനിക്കറിയില്ല. ഞാൻ കുറേ നോക്കി ബോർഡിലൊക്കെ നോക്കി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോ ഞാൻ നേരത്തെ ഒരു ചെക്കനോട് ചോദിച്ച സമയത്തായതുകൊണ്ട് എനിക്ക് ഇനിയും ഒരാളോട് ചോദിക്കാനൊരു മടി. അപ്പം ഞാൻ വേഗം ഒരു പോലീസ് മാമ എന്നോട് ചോദിച്ചു. എന്നുവെച്ചാൽ മുപ്പരോട് എന്നാ ചോദിച്ചു നോക്കാം. മുപ്പരോട് ചോദിച്ചപ്പോൾ മുമ്പ് എനിക്ക് സ്ഥലം പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഏകദേശം ഇതിലെ പോയി ഇങ്ങോട്ട് എന്നോട് ഇങ്ങനെ ഹൈക്കോടതിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ അങ്ങനെ ഇങ്ങനെ പറയുക MG റോഡിലേക്ക് ഇതിലേ പോകാം. അപ്പോൾ ഇതിലേ ഞാൻ വന്ന വഴിനെ പോകാൻ മടിയിട്ടാണ് ഞാൻ ഇപ്പുറത്ത് കൂടി എവിടേക്ക് എത്തുമ്പോൾ ഉദ്ദേശിച്ച് ചോദിച്ചത്. സോ എനിക്കിങ്ങനെ ഏകദേശം വഴി പറഞ്ഞു തന്നില്ല. അപ്പം നമ്മൾ നടക്കുക നടന്ന് ഇനി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. എൻ്റെ +1 +2 ക്ലാസ്മേറ്റ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഷാബി. അപ്പം ഇനിയിപ്പോൾ അവൻ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ കാണണം, നിന്നെ ഡ്രോപ്പ് ചെയ്ത് തരും. സോ അപ്പം എനിക്ക് സുഖമായി. പക്ഷേ എനിക്ക് മെട്രോ കയറി പോകാൻ നല്ല ഇഷ്ടമായി. അങ്ങനെ പോകണമെന്നുണ്ട്, പക്ഷേ ഇപ്പം അവനെയും കാണാമല്ലോ. വേറെയും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും മീറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ. വേറെ ഒരുത്തരും കാണാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട്. സോ അവർ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കാണുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ബസ്സിൽ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. കോട്ടെ ഇത് ബാക്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ. പക്ഷെ അവിടുത്തെ ഒരു പോലീസ് മെമ്പറോട് ഞാൻ ചിരിച്ചപ്പോൾ എന്നോട് തിരിച്ചില്ല. അപ്പം വരുന്ന വഴിക്കുള്ളത് നിങ്ങൾ കണ്ടപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചിരിച്ചു. അപ്പം ഞാൻ ചിരിച്ചു. സോ ബാക്കി പിന്നെ പറയാം. അപ്പം ഞാൻ ഫോൺ എടുത്തു. എനിക്ക് ലൈറ്റിങ് വലിയ ഇഷ്ടമാകുമല്ലോ.
മിസ്റ്റർ ഷാമിൽ കേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഞാൻ പള്ളി കാണിച്ചു. എല്ലാവരും നോക്കുന്നത് ഞാൻ നോവസ് ആവുന്നത്. പള്ളി കാണിച്ചു. പള്ളിൻ്റെ മുന്നിൽ ആൻറ്റി നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ എന്തോ പോലെ. അതാണ് നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ ഒരു പള്ളി. അവിടെ ഷാമിലിനെ കാണുന്നില്ല. ഷാമിൽ ഇപ്പോൾ ഞാൻ എത്തുമായിരിക്കും. ആയിക്കോട്ടെ നടത്തി പറഞ്ഞു കാണില്ല. എനിക്കാ ഇതെന്തെന്നാ സ്വിച്ച് ഇട്ട പോലെ ഒരു പേപ്പർ. ഗൈസ് മിസ്റ്റർ ഷാമിൽ കേക്ക്. ഹായ് പറ. കോള കുടിച്ച് മരിക്കാൻ പോണ ഷാമിൽ കാണിക്കേ. ഗ്രീഷ്മ ഷാമിലിന് സ്നിക്കേഴ്സ് അഡിക്ഷൻ ഉണ്ട് അല്ലേ? ഹായ് പറ. കൈ കടിഞ്ഞ മീൻ കാക്ക. സുഖല്ലേ അമ്മീന്? പിന്നെ വരും കാത്തുന്ന ഷാമിൽ വാങ്ങിക്കൊണ്ടുവന്ന ചായ ഒരു രസമില്ല. ഞാൻ വേറെ ചായ വാങ്ങിത്തരാം. എനിക്കൊരു കുഴപ്പമില്ല. രസമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വേറെ ഷോപ്പ് കൊണ്ടുപോയിത്തരാം. ഇവിടെ കിട്ടില്ല ചായ 24 ചായ വേണോ? ചായ ഇന്നത്തെ ആദ്യത്തെ ചായ ഞാൻ ചായ കുടിച്ചില്ലേ. പക്ഷെ എനിക്ക് തലവേദന വന്നില്ല. അല്ലെങ്കിൽ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. അമീനിന് ചായ വേണ്ടാന്ന്. ഷാമിലല്ലേ നേരത്തെ ചായ വേണമെന്ന് പറഞ്ഞത് കുടിക്കില്ല. ബൂസ്റ്റ് കുടിക്കുന്ന ക്യൂട്ട് കുട്ടൻ, ഹോർലിക്സ് കുടിക്കുന്ന ഷിൻഡു സാർ. ചായന്റെ അത്ര വരൂല അതൊന്നും. എന്ത് എനർജി. സോ ഗൈസ് ഞാൻ തിരിച്ച് റൂമിലെത്തി. എൻ്റെ സോളോ ഡേറ്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. സോളോ ഡേറ്റിൻ്റെ അടുത്ത് ഞാൻ ഫ്രണ്ട്സിനെ കണ്ടിട്ട് കുറേ നേരം ഒറ്റ കണ്ട് ബോറടിക്കണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ കണ്ടു. തിരിച്ച് റൂമിലെത്തിയിരിക്കുന്നു. ഇനി ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ചിലപ്പം പുറത്തിറങ്ങും. ബാക്കിയുള്ളവർ വരണം. ആയിഷയൊക്കെ വരാനുണ്ട്. വന്നിട്ട് പുറത്തിറങ്ങണം. So yeah, that's it for today's video. Don't forget to like, share and subscribe. Bye.